നമസ്കാരം. രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും വേണ്ടി കണ്ണൂരിൽ അതീവ രഹസ്യമായി അഷ്ടമാംഗല്യ പ്രശ്നം നടന്നതായി റിപ്പോർട്ട്. 2018 ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ധർമ്മശാസ്താവിന്റെ കടുത്ത കോപം കാരണമാണ് കേരളവും മുഖ്യമന്ത്രിയുടെ വ്യക്തി ജീവിതവും പ്രതിസന്ധിയിലായതെന്ന ആശങ്കകൾ ഉയർന്നതോടെയാണ് പാപപരിഹാരക്രിയ എന്തെന്നറിയാൻ അഷ്ടമാംഗല്യ പ്രശ്നം നടത്തിയതെന്നാണ് വിവരം. ശബരിമല വിഷയത്തിന് ശേഷം സംസ്ഥാനത്തുണ്ടായ പ്രതിസന്ധികളും മുഖ്യമന്ത്രിയുടെ ആരോഗ്യത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും വന്ന തിരിച്ചടികളും കാരണം പാപപരിഹാരം തേടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്നാണ് അടുപ്പമുള്ള വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ജ്യോത്സ്യന്മാർ മുന്നറിയിപ്പ് നൽകിയതോടെയാണ് പാപപരിഹാരം തേടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. കണ്ണൂരിലെ ഒരു ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ 3 ദിവസമായിട്ടാണ് അഷ്ടമാംഗല്യ പ്രശ്നം നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഗുരുവായൂരിൽ ദേവപ്രശ്നം നടത്തിയിട്ടുള്ള പ്രഗത്ഭനായ ഒരു തന്ത്രി ഇതിന് നേതൃത്വം നൽകി. വളരെ ചിലവേറിയ പ്രതിക്രിയയായ അഷ്ടമാംഗല്യ പ്രശ്നം മറ്റൊരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ടാണ് നടത്തേണ്ടി വന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കവടി നിരത്തി ജ്യോത്സ്യൻ കണ്ടെത്തിയ വിവരങ്ങൾ മുഖ്യമന്ത്രിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നാണ് വിവരം. പ്രശ്നചാർട്ടിലെ വിവരങ്ങൾ ഇങ്ങനെയാണ്. ദൈവാനുഗ്രഹം വളരെ കുറഞ്ഞതായും മുജ്ജന്മ പുണ്യം അമ്പേ തീർന്നതായും ഫലത്തിൽ കണ്ടു. ആരോഗ്യസ്ഥിതി മോശമായി. മാനസിക അസ്വസ്ഥയും മറ്റു രോഗങ്ങളും മൂർച്ഛിച്ച് ദീർഘനാൾ കിടപ്പ് രോഗിയായി നരകിക്കുവാനും ബന്ധുജനങ്ങൾക്ക് ദുർമരണം വരെ സംഭവിക്കാനുമുള്ള യോഗമുണ്ട്. ഇതിനെല്ലാം പുറമെ രാശിക്കാരന് സ്ഥാനഭ്രംശവും കാരാഗൃഹവാസവും വരെ സംഭവിക്കാമെന്നും മക്കൾക്കും കുടുംബത്തിനും നാശം സംഭവിക്കാമെന്നും പ്രശ്നത്തിൽ തെളിഞ്ഞു. ബ്രഹ്മരക്ഷസിന്റെ ശാപവും ശാസ്താവിന്റെ വർദ്ധിച്ച കോപവുമാണ് ഈ ദോഷഫലങ്ങൾക്ക് കാരണമായതായി പ്രശ്നചിന്തയിൽ കണ്ടത്. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കടുത്ത കോപത്തിന്റെ പരിഹാരമായി പിണറായി മുൻപ് നടത്തിയ അയ്യപ്പ സംഗമം, ഗോശാല നിർമ്മാണം തുടങ്ങിയ ശ്രമങ്ങളെല്ലാം ദൈവകൃപയുടെ അഭാവത്തിൽ പാളിയതായും പ്രശ്നത്തിൽ തെളിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ജീവനും ആരോഗ്യം അധികാരവും നിലനിർത്താനുള്ള പരിഹാരമായി തന്ത്രി നിർദ്ദേശിച്ചത് ഞെട്ടിക്കുന്ന ക്രിയയാണ്. പാളിപ്പോയ അയ്യപ്പ സംഗമത്തിലെ സദ്യയോട്ട് വീണ്ടും നടത്തി ശബരിമലയിൽ വരുന്ന അയ്യപ്പ ഭക്തരെ കൊണ്ട് പാപഭോജനം നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നത്. ശബരിമലയിലെ അന്നദാനത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സദ്യയ്ക്ക് പിന്നിൽ കവടി നിരത്തി കണ്ട പാപപരിഹാര ക്രിയയാണെന്നാണ് റിപ്പോർട്ട്. ധർമ്മശാസ്താവിന്റെ കോപം പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിവിധിയായി ജ്യോതിഷന്മാർ ഉപദേശിച്ചിരിക്കുന്നത് പാപം വീതിച്ചു നൽകാനുള്ള കർമ്മമാണ്. ഇതിന്റെ ഭാഗമായി പാളിപ്പോയ അയ്യപ്പ സംഗമത്തിലെ സദ്യയോട്ട് വീണ്ടും ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാരെ കൊണ്ട് ചെയ്യാനാണ് തീരുമാനം. ഈ സദ്യയിലേക്ക് പേരിന് ഒരു ചെറിയ തുകയ്ക്കുള്ള എള്ള് മുഖ്യമന്ത്രിയും കുടുംബവും നൽകും. ഇതുവഴി ശനിദോഷ ഫലങ്ങൾ ഭക്തരിലേക്ക് വീരം വെച്ച് പോകും എന്നാണ് സങ്കല്പം. ഈ പാപം വീതിച്ചു നൽകൽ വഴി ദേഹാസ്വസ്ഥ്യമായും അസുഖങ്ങളായും സാമ്പത്തിക നഷ്ടമായും തൊഴിൽ നഷ്ടമായും ഭക്തജനങ്ങൾ പിണറായി വിജയന്റെ പാപങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഗതികേടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് വിലയിരുത്തലുകൾ. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ അന്നദാനത്തിൽ നൽകുന്ന ഭക്ഷണത്തിൽ എള്ളു ചേർക്കാൻ സാധിക്കുമോ എന്ന് അധികൃതർ അന്വേഷിച്ചിരുന്നതായും സൂചനയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തപ്പോൾ ടെൻഡർ നടപടികൾ കാറ്റിൽ പറത്തി ധൃതിപ്പെട്ട് സദ്യ വിളമ്പാനുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ ശ്രമങ്ങൾ ഈ അഷ്ടമാംഗല്യ പ്രശ്നചാർത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ആരോപണം. അയ്യപ്പസ്വാമിയെ തൊഴുത് പുണ്യം നേടാൻ ശബരിമലയിലെത്തുന്ന ഭക്തജനങ്ങളിലേക്ക് ഭരണകർത്താക്കളുടെ പാപം അടിച്ചേൽപ്പിക്കുന്നത് കടുത്ത അനീതിയാണെന്ന വിമർശനവുമുണ്ട്. ശബരിമല സന്നിധാനത്തെ അന്നദാനത്തിൽ തീർത്ഥാടകർക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കേരള സദ്യ നൽകാനാണ് ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചത്. നിയമപരമായി പ്രശ്നങ്ങൾ പഠിക്കാനായി ദേവസ്വം കമ്മീഷണർ അധ്യക്ഷനായ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാണ് ഇന്നലെ ചേർന്ന ബോർഡ് യോഗം സദ്യയുടെ വിഭവങ്ങൾ അന്തിമമായി നിശ്ചയിച്ചത്. സദ്യയിൽ ചോറ്, പരിപ്പ്, സാമ്പാർ, അവിയൽ, അച്ചാർ, തോരൻ എന്നിവയ്ക്കൊപ്പം പപ്പടവും പായസവും ഉൾപ്പെടെ 7 വിഭവങ്ങളാണുള്ളത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയായിരിക്കും സദ്യ വിളമ്പുക. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ സദ്യ നൽകാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. എന്നാൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള കാലതാമസവും സാധനങ്ങൾ വാങ്ങുന്നതിനെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസവും കാരണം പദ്ധതി വൈകുകയായിരുന്നു. മാലിന്യ സംസ്കരണ പ്രശ്നം ഒഴിവാക്കാൻ ഇലയ്ക്ക് പകരം സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസുമാണ് ഉപയോഗിക്കുന്നത്.